ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ദുരിതാശ്വാസ ഫണ്ട് വിതരണത്തെ ന്യായീകരിച്ച് കെ.ടി. ജലീൽ എം.എൽ.എ. മുഖ്യമന്ത്രിക്കെതിരെ പരാതി നൽകിയ ആർ.എസ്. ശശികുമാറിനും മാധ്യമങ്ങൾക്കും വിമർശനം. എം.കെ. മുനീറിന് പോക്കറ്റ് മണി നൽകിയത് പൊതുഖജനാവിൽ നിന്ന്. വിമർശകർക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ സഹിച്ചേക്കെന്നും ജലീൽ. ജനങ്ങൾക്ക് ഇരുട്ടടിയായി പുതിയ സാമ്പത്തിക വർഷത്തിന് തുടക്കം. സർവത്ര മേഖലയിലും വിലക്കയറ്റം. ജീവൻ രക്ഷാ മരുന്നുകൾക്കും മദ്യത്തിനും വർദ്ധിപ്പിച്ച വില പ്രാബല്യത്തിൽ. നികുതി വർധനയ്ക്ക് കാരണം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെന്ന് വി.ഡി. സതീശൻ. വാണിജ്യ സിലിണ്ടറിലെ വില 92 രൂപ കുറച്ച് എണ്ണക്കമ്പനികൾ. വയനാട്ടിൽ ഗോത്ര ദമ്പതികളുടെ കുഞ്ഞ് ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ നടപടി. മാനന്തവാടി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ഡോക്ടറെ പിരിച്ചുവിട്ടു. ഡോക്ടർ രാഹുൽ സാജുവിന് വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തൽ. അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി നാളെ ചിന്നക്കനാൽ സന്ദർശിക്കും. 301 കോളനിയിലെ പ്രശ്നബാധിതരെ കാണും. അരിക്കൊമ്പനെ ഉൾവനത്തിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് സമിതി ഇന്ന് യോഗം ചേരും. സിംഗുകണ്ടത്ത് രാപ്പകൽ സമരം തുടരുന്നു. ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരം സ്വയം കത്തിയതാകാമെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. രാസവസ്തുക്കൾ തീപിടിക്കാൻ കാരണമായെന്ന് കണ്ടെത്തൽ. കൊച്ചിയിലെ രാസവാതക ചോർച്ചയിൽ അപകട സാധ്യതയില്ലെന്ന് അധികൃതർ. ചോർന്നത് പാചകവാതകത്തിന് ഗന്ധം നൽകുന്ന രാസവസ്തു. രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും മാനനഷ്ട കേസ്. പുതിയ കേസ് ആർ.എസ്.എസിന്റെ വിമർശനത്തിന്റെ പേരിൽ. രാഹുൽ ഈ മാസം 11 വയനാട്ടിൽ. ISL മത്സരം പൂർത്തിയാക്കാതെ കളം വിട്ട ബ്ലാസ്റ്റേഴ്സിന് പിഴ. 4 കോടി രൂപ പിഴയൊടുക്കണമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. കൊൽക്കത്ത പഞ്ചാബിനെ നേരിടും. ഡൽഹിക്ക് ലക്നൌ എതിരാളികൾ.